Opening Hours with Mayfin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരത് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സാർ, ഇത് ഇന്നലത്തെ ഒരു സ്റ്റെല്ലർ പെർഫോമൻസിന് ശേഷം നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിലല്ല, ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 25,603 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നിൽക്കുകയാണെങ്കിലും ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഗ്ലോബലി ഉള്ളൊരു ന്യൂസുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ US നിന്ന് വരുന്ന ഡേറ്റയൊക്കെ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജോബ് ഡേറ്റകളൊക്കെ തന്നെ വളരെ റിസൈലിയൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. കൂടാതെ ഇൻഫ്ലേഷൻ ടെൻഷൻ പരിശോധിക്കുകയാണെങ്കിലും ഇൻഫ്ലേഷനൊക്കെ തന്നെ കൂൾ ഓഫ് ആകുന്ന ഒരു സിറ്റുവേഷനൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ഒരു റേറ്റ് കട്ടിനുള്ള അവസരങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു വിധത്തിൽ ഇപ്പോൾ എമേർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തായിട്ട് ജപ്പാനിലേക്കൊക്കെ തന്നെ കടക്കുകയാണെങ്കിൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി നിലവിൽ ആ ഒരു റിസഷൻ ഫേസിനെ ജപ്പാൻ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്ന് തന്നെ പറയാം. ഇക്കണോമിക് ഗ്രോത്ത് വളരെ കുറവാണെങ്കിൽ പോലും തുടർച്ചയായിട്ട് 2 പാദങ്ങളിൽ ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്കൊന്നും തന്നെ നീങ്ങാൻ തരുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. എന്നാൽ ചൈനയിലേക്ക് വരികയാണെങ്കിൽ ഡിമാൻഡ് ഇപ്പോഴും വളരെ വീക്കായിട്ടുള്ള ഒരു നിരക്കിൽ തന്നെ നിലനിൽക്കുന്നു. ഒരു ഡിഫ്ലേഷൻ, അതായത് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചൈനയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്നാൽ മറിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവാണ്. എക്കണോമി നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. CPI ഒക്കെ തന്നെ വന്നിരുന്നത് 2.75 RBIയുടെ ഒരു ലിമിറ്റിന് അകത്ത് തന്നെ വന്നു. എക്കണോമിയുടെ ഒരു വളർച്ചാ സാധ്യത പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് നോക്കുകയാണെങ്കിലും റിപ്പോ 5.25 എന്ന് പറഞ്ഞൊരു നിരക്കിൽ മാത്രമാണുള്ളത്. കാര്യമായിട്ടുള്ള റിപ്പോ ടെൻഷൻസും ഇല്ല. അടുത്തായിട്ട് ഒരു ഏർണിങ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏർണിംഗ് സീസൺ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. നിഫ്റ്റി 50 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 7% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആയിരുന്നു ഏർണിംഗ്സിൽ വരുത്തിയിരിക്കുന്നത്. ലാർജ് ക്യാപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 16% ഒരു വർധന വരുത്തിയിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ 15%, സ്മോൾ ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 29% ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ ഈ പറയുന്ന ഏർണിംഗ് സീസണിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സെഗ്മെൻറ്റുകൾക്കൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല വശങ്ങളുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള പല വശങ്ങളുമുണ്ട്. കൂടാതെ കുറച്ചുകൂടി പൊളിറ്റിക്കലി അല്ലെങ്കിൽ മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ US പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ നിലവിൽ ഇപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാകും. അതിൽ റഫേൽ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ നടക്കും എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. സാർ, ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സിനാരിയോനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിഖിൽ, തുടക്കം തന്നെ ഞാനൊന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ ടോപ്പ് ഫൈനേഴ്സ്, നിഫ്റ്റിയിലെ ടോപ്പ് 5 ഗെയിനേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഓഫ് കോഴ്സ് ഏഷ്യൻ പെയിൻറ്റ്സും ഭാരത് ഇലക്ട്രോണിക്സും ആണ് ടോപ്പ് 2 ഗെയിനേഴ്സ്. അത് കഴിഞ്ഞ് വരുന്ന 3 സ്റ്റോക്സ്, ഇൻഫോസിസ് ഇസ് അപ്പ് ബൈ 2.52%, HCL Tech is up by 1.7%, ടാറ്റ ടെക് മഹീന്ദ്ര ഈസ് അപ്പ് ബൈ 1.24%. അതായത് ഇൻഫോസിസ്, HCL ടെക്, ടെക് മഹീന്ദ്ര 3 IT കമ്പനീസ് ഇന്ന് പോസിറ്റീവായിട്ടാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് തുടക്കം തന്നെ ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു. കാര്യം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഈ ഇൻഫോസിസ് ആണ് ഇന്നത്തെ ഒരു സ്റ്റാറായിട്ട് നമ്മൾ പറയുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗെയിനേഴ്സിൽ തന്നെ ഞാൻ ആക്ച്വലി ഇന്നലെ ഇൻഫോസിസ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതേപോലെ നടന്നില്ല. ഇന്ന് ഏതാണ്ട് ഒരു പോസിറ്റീവ് ബമ്പ് ആ സ്റ്റോക്കിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങാൻ നിർത്തി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്. അത് ഭയങ്കര വൈറലായി പോപ്പുലറായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ആക്ച്വലി നമ്മുടെ ഹോളിവുഡിലെ ഫേമസ് ആക്ടേഴ്സ് ആയിട്ടുള്ള ടോം ക്രൂസും ബ്രാഡ് പിറ്റും ഒരു റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെറസിൽ ഒരു കുറേ വാറൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് 2 പേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വളരെ ഒറിജിനലായിട്ട് ഒരു മൂവി ഷൂട്ട് ചെയ്ത ഒരു എഫക്റ്റാണ് നമ്മൾ അതിനകത്ത് കാണുന്നതെന്നുള്ള. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോനെ കുറിച്ച് പറയുന്നു വെച്ചാൽ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യയിൽ ഇന്നിപ്പോൾ AI സമ്മിറ്റ് നടക്കുന്നു. അതുമാത്രമല്ല ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നടക്കുന്നു. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് നന്നായിട്ട് കറക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ പോപ്പുലർ ആവുന്നത്. ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല. ഞാൻ സാധാരണ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തായാലും അതൊന്ന് വാച്ച് ചെയ്യണം. കാര്യം എന്താണ് AI അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ അതിനകത്ത് കാണാൻ. അതായത് ദിസ് ഈസ് ക്രിയേറ്റഡ്, ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഒരു ഐറിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് റുവാരി റോബിൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോ ജനറേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ കൊണ്ടാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂള് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്
ബൈറ്റ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സ് ഓഫ് ടിക്ടോക്ക്. ഈ ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേര് സെഡാൻസ്, SCDANCE 2.0 എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അത് ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ആണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നുള്ള. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. വാട്ട് ഈസ് AI അല്ലെങ്കിൽ ഹൗ AI വിൽ ഡിസ്റപ്റ്റ് ദ വേൾഡ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവരും യൂട്യൂബിലൊന്ന് കാണും. ഈ വീഡിയോ ഇറങ്ങി വൈറലായ ഉടൻ തന്നെ നമ്മുടെ ചാൾസ് റിവ്കിൻ എന്ന് പറഞ്ഞാൽ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മോഷൻ പിക്ചർ അസോസിയേഷൻ, അതായത് ബോളിവുഡിലെ മോഷൻ പിക്ചർ അസോസിയേഷൻ, നമ്മുടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ അതിന് ഈക്വലൻ്റ് ആയിട്ട് മാക്ട എന്നൊക്കെ പറയും പോലെ ഒരു ഹോളിവുഡ് അസോസിയേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായ ചാൾസ് റിവ്കിൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ വലിയൊരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അതായത് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് കോപ്പിറൈറ്റ് വർക്ക് എന്നാണ് ഇതിനെ മെൻഷൻ ചെയ്തേക്കണേ എന്നുള്ള. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇതൊരു കോപ്പിറൈറ്റ് വയലേഷൻ ആണ്. കാര്യം ഇവരുടെയൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി ക്രിയേറ്റ് ചെയ്തിടണമെങ്കിലുള്ള അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രോട്ടോകോൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചതൊരു എഡ്യൂക്കേഷണൽ മെറ്റീരിയലാണ്. അതായത് AI എങ്ങനെയാണ് ഓരോ സെക്ടറിലും, അതായത് നമ്മൾ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് AI പ്ലഗ് ഇൻ ഓട്ടോമേറ്റഡ് ടൂൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ലീഗൽ സിസ്റ്റം ആൻഡ് ലോയേഴ്സ് യൂസ് ചെയ്യണ സോഫ്റ്റ്വെയറിലാണ് ഡിസ്റപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലെ ഒരു ഡിസ്റപ്ഷൻ പറഞ്ഞു. നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചു, ഇതിൽ ഏറ്റവും വലിയ റിസ്ക് ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായ ഡിസ്റപ്ഷൻ വരുമ്പോൾ, ഒരു AI ടൂൾ കൊണ്ട് ഡിസ്റപ്ഷൻ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഓരോ പ്രാവശ്യവും സോഫ്റ്റ്വെയർ സ്റ്റോക്സിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ള രീതി. ഇപ്പോൾ ദാ മൂവി മേക്കിങ്ങിലാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഫിസിക്കലി ഇല്ലാതെ തന്നെ ഒരാളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഇത്രയും ക്യാമറയും ഇത്രയും ക്രൂവിൻ്റെയും അല്ലെങ്കിൽ ഇത്രയും പൈസ ചിലവൊന്നും ഇല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു കാര്യത്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം ബാക്ക് ഡ്രോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണേ എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി വളരെ സിഗ്നിഫിക്കൻറ്റ് വീക്കാണ് ഈ ആഴ്ച. നമ്മൾ നോക്കുമ്പോൾ ട്രേഡ് ഡീല് പോലെയോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പോലെയോ ഒന്നും വലിയ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇല്ല. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു സാധാരണ ആഴ്ചയെ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നതല്ല. പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ, അതായത് 52 വയസ്സ് ഞാൻ മാർച്ചിൽ കടക്കുന്നു, അതായത് അടുത്ത മാസം, എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്ക് അല്ലെങ്കിൽ ഡേ തന്നെ ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില ഇപ്പോൾ കോവിഡ് വന്ന ദിവസം എൻ്റെ ലൈഫ് ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അതെൻ്റെ ലൈഫ് ടൈമിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, പെരുമാറാൻ പഠിക്കണം. അതായത് എങ്ങനെയാണ് ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കണം എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് മാസ്ക് ഇടണം. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതേപോലെ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ, എല്ലാവർക്കും അതേപോലെ തോന്നണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡോർ സ്റ്റെപ്സിൽ AI സമ്മിറ്റ് ന്യൂഡൽഹിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ റെലവൻസ് എന്താണെന്ന് ഞാൻ അടുത്ത സ്റ്റെപ്പിലായിട്ട് പറയാം. അതിനു മുമ്പേ തന്നെ ഈ പറയുന്ന പോലെ നിഖിൽ ഒന്ന് മെൻഷൻ ചെയ്തു, ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മൈക്രോൺ ഇന്ന് ബോംബെയിലുണ്ട്. ഇന്ന് നമ്മൾ ആയിട്ടുള്ളൊരു ബൈലാറ്ററൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡൻറ്റിനെ വൈകുന്നേരം ഹോസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്താണെന്ന് തോന്നുന്നു. അതായത് അവിടെ വച്ചിട്ട് ഒരു ബൈലാറ്ററൽ മീറ്റിംഗ് ഉണ്ടാവും. അതിൽ ഒരുപാട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് അനൗൺസ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 114 റഫാൽ ജെറ്റ്സ് മേടിക്കുന്നു എന്നുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഇന്ത്യൻ ഡിഫൻസ് സെഗ്മെൻറ്റിൽ തന്നെ വലിയൊരു കാര്യം. പിന്നെ അതുമാത്രമല്ല കുറച്ച് ട്രേഡിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡീലിനെ കുറിച്ചൊക്കെ ഔട്ട്കം വന്നേക്കാം എന്നുള്ള. അതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഇത് കഴിഞ്ഞ് വ്യാഴാഴ്ച, ഇത് ബോംബെയിലാണ് നടക്കണമെങ്കിൽ വ്യാഴാഴ്ച ഇമ്മാനുവൽ മൈക്രോൺ ഈസ് സെറ്റ് ടു വിസിറ്റ് ന്യൂഡൽഹി AI സമ്മിറ്റ്. അപ്പോൾ ഈ AI സമ്മിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ AI സമ്മിറ്റ് ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്താ, ലോകത്തു നിന്നുള്ള ഒരുപാട് ഡെലിഗേറ്റ്സ്, കമ്പനീസ് വന്നിട്ട് അവരുടെ AI ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് സെഷൻസ് നടക്കുന്നു. 500-ൽ പകരം എക്സ്പേർട്ടുകൾ ഓർഗനൈസ് ചെയ്യുന്ന സെഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇന്ത്യ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് AI സമ്മിറ്റ് നടക്കും. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിലെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻഫോസിസ് ഈസ് ഹോസ്റ്റിംഗ് ആൻ ഇൻവെസ്റ്റർ ഡേ.
ഇൻഫോസിസ് ഇന്ന് ഫെബ്രുവരി 17 ഒരു ഇൻഫോസിസ് ഇൻവെസ്റ്റർ ഡേ ഓർഗനൈസ് ചെയ്യുന്നു. അതായത് നമ്മൾ പൊതുവേ ഇപ്പോഴത്തെ എൻവയറൺമെൻറ്റ് എന്താണ്, ഒരു AI ട്രേഡിൽ ഇന്ത്യൻ IT കമ്പനീസ് അതിൻ്റെ കേപ്പബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പയർഡ്നെസ് കൊണ്ടോ AIയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മളിത് കംപ്ലയിൻറ്റ് പറയണം. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ പല US FII FPIസും ഇന്ത്യൻ മാർക്കറ്റ് സെല്ല് ചെയ്ത് AI റിലേറ്റഡ് തീംസിലേക്ക്, അത് റീസണബിളി വാല്യൂഡ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ കോസ്റ്റ്ലി വാല്യുവേഷനിലായിരുന്നു. ആ ഒരു ട്രേഡിൻ്റെ മൈഗ്രേഷനും ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം ഇന്ത്യ ടു US നടന്നതായിട്ട് പറഞ്ഞു. അതിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓവർ വാല്യൂഷൻ, രണ്ടാമത് പറഞ്ഞത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, പ്രിപ്പയർഡ്നെസ്സിലൊക്കെ ഉള്ള AI കമ്പനീസ് റീസണബിൾ വാല്യൂഷനിൽ ട്രേഡ് ചെയ്യണം, which are growing at around 30 to 50 to 60, 70% ഏർണിങ്സ് ഗ്രോത്ത് ചെയ്യുമ്പോൾ ഇന്ത്യൻ കമ്പനീസ് ട്രഡീഷണൽ ബിസിനസ്സിൽ മാത്രം നിന്ന് AIയിൽ വലിയ ഡിസ്റപ്ഷൻസ് ഒന്നും ചെയ്യാതെ വെറും 3% തൊട്ട് 5% ഗ്രോ ചെയ്യുന്നു. ഈ ഒരു മൈഗ്രേഷൻ ഓഫ് മണി ഫ്രം ഇന്ത്യ ടു US ആയിരുന്നു നമ്മൾ ഇത്രയും കൊല്ലം സംസാരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു AI കമ്പനി ഇല്ല എന്നും, അതുമാത്രമല്ല ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ ആൻഡ്രോപ്പിക്കിൻ്റെ പോലെയുള്ള പല ടൂൾസും കോപൈലറ്റും AI ഏജൻറ്റും ഒക്കെ വരുന്തോറും SaaS കമ്പനി, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കമ്പനി, സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനീസിനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്റ്റ് ചെയ്യുന്നു. ഇനി അവർ എക്സിസ്റ്റ് ചെയ്യുമോ, ആൾക്കാർക്ക് ജോലി പോയോ എന്നുള്ള ഡിബേറ്റിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ടൈം ഈ പറഞ്ഞുള്ള ഇൻവെസ്റ്റർ ഡേ ആയിട്ട് ഇൻഫോസിസ് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവിടെ CEO സലിൽ പാരേഖ് ഔട്ട്ലൈൻ ചെയ്യാൻ പോകുന്നത് ഇൻഫോസിസിൻ്റെ മീഡിയം ടേം ടു ലോങ് ടേം AI സ്ട്രാറ്റജി എന്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിൻ്റെ AI എന്താണെന്നുള്ള ഡോറ് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു എക്സിബിഷനാണ് ഈ ഇൻഫോസിസിൻ്റെ ഇൻവെസ്റ്റർ ഡേ. ഞാൻ അതിനെ വളരെ സിഗ്നിഫിക്കൻ്റ്, അതായത് ഇന്ന് മുതൽ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ ഈ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുന്ന കൂടാതെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഡെവലപ്മെൻറ്റ് എനിക്ക് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം ദിസ് ഈസ് ഗോയിങ് ടു റീഡ്രോ ദ ഫ്യൂച്ചർ. യൂട്യൂബിൽ ആ വീഡിയോ ബ്രാഡ് പിറ്റിൻ്റെയും ടോം ക്രൂസിൻ്റെയും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ലെവലിലേക്ക് വരെ AI ചെയ്യാമെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം പോലും ഒരു AIക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് പഠിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു AI സ്കെയർ ട്രേഡ് നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ഇന്ത്യൻ സിറ്റിസൻസിന്, കാര്യം നമ്മളെ സംബന്ധിച്ച് AIയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും കേട്ടു എന്നല്ലാതെ ഇന്ത്യയിൽ നിന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കേൾക്കാനുള്ള ഒരു ആദ്യത്തെ സമയമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഒരുപാട് സെഷൻസ് ഉണ്ട്. രാവിലെ 11 മണിയോടെ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓപ്പണിംഗ് സെഷൻ കമ്പനിയുടെ ചെയർമാനായ നന്ദൻ നിലേക്കാനിയുടെ ആണ്. ആ സെഷൻ്റെ ടൈറ്റിൽ ടെക് ട്രാൻസിഷൻസ്, വൈ ഈസ് ദ AI ട്രാൻസിഷൻ ഡിഫറൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ആ ടൈറ്റിൽ തുടങ്ങണമെന്നുള്ളത്. അത് വളരെ കീനായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെക്കോർഡഡ് വീഡിയോ ആണോ ലൈവ് വീഡിയോ ആണോ എന്തോന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രേക്ഷകരും പറയുന്നത് കാണണം. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിയെ മാത്രമല്ല, ഞാൻ എന്തുകൊണ്ട് നന്ദൻ നിലേക്കാനിയുടെ ഈ സ്പീച്ച് നോക്കുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന UPI പേയ്മെൻറ്റ് സിസ്റ്റം, ആ UPI സ്റ്റാക്കിൻ്റെയൊക്കെ ഫാദറാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്. അദ്ദേഹം ആ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഗേറ്റ്വേ ഒക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇന്ന് നമ്മൾ എന്തോരം നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്യാഷ് തൊട്ട കാലമാണ്. എൻ്റെ കയ്യിലൊരു ക്യാഷ് പോലും ഞാൻ ക്യാരി ചെയ്തിട്ടില്ല. താങ്ക്സ് ടു നന്ദൻ നിലേക്കാനി. ആ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം അങ്ങനത്തെ രീതിയിൽ വലുതായി. നന്ദൻ നിലേക്കാനിയുടെ വാചകത്തിൽ നിന്ന് എങ്ങനെയാണ് AI ട്രാൻസ്ഫോം ചെയ്യാൻ പോണ, ഇൻഫോസിസ് എന്താണ് പ്രിപ്പയർഡ്നെസ്, ഇന്ത്യൻ IT കമ്പനീസിൻ്റെ പ്രിപ്പയർഡ്നെസ് നമ്മുടെ ജീവിതത്തിനെ ഇവിടുന്ന് ഗൈഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ വരാൻ പോണ സെഷൻ എന്ന് പറഞ്ഞാൽ സലിൽ പാരിഖ്, CEO സലിൽ പാരിഖിൻ്റെ, അതും ദ AI സർവീസസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ടൈറ്റിലാണ് അത് വരുന്നത്. മൂന്നാമത് വരുന്ന സെഷൻ മിസ്റ്റർ സതീഷ് HC, അദ്ദേഹം ചീഫ് ഡെലിവറി ഓഫീസറാണ്. അദ്ദേഹത്തിന് ചെയ്യുന്ന സെഷൻ്റെ ടൈറ്റിൽ AI സർവീസസ് പ്ലേ ബുക്ക്. ഇത് കൂടാതെ തന്നെ പല അഡീഷണൽ സെഷൻസ് വരുന്നുണ്ട്. അതായത് AIയുടെ വാല്യൂ എങ്ങനെയാണ് മാനുഫാക്ചറിങ്ങിൽ, ഫിനാൻഷ്യൽ സർവീസസിൽ, അതുകൂടാതെ CMT സർവീസസിൽ. CMT എന്ന് നമ്മൾ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ ടെക്നോളജി, അതായത് പല ഡൊമൈൻ, മാനുഫാക്ചറിങ്, കമ്മ്യൂണിക്കേഷൻ, മീഡിയ, ടെക്നോളജി, ഫിനാൻഷ്യൽ സർവീസസിലൊക്കെ AI എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഇവിടെ ഒരു പെയിൻറ്റ് കമ്പനി, ഇന്നത്തെ ലീഡിങ് ഗെയിനർ എന്താ? ഏഷ്യൻ പെയിൻറ്റ്സ്. ഈ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനി, ഒരു കൺസ്യൂമർ കമ്പനിക്കും AI എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കിച്ച് തരുന്ന ഒരു സെഷനാണിത്. ഇനി മുതൽ കമ്പനീസിനെ രണ്ടായിട്ടായിരിക്കും മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത്. കമ്പനീസ് ദാറ്റ് ആർ പ്രിപ്പയർഡ് വിത്ത്
artificial intelligence capabilities, companies that are not prepared with artificial intelligence capabilities. കമ്പനീസിന് AI പ്രിപ്പയർഡ്നെസ് ഉള്ള കമ്പനിക്ക് മാർക്കറ്റ് പ്രീമിയം വാല്യൂഷൻ കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മഹീന്ദ്ര ലോജിസ്റ്റിക്സ് കമ്പനീസ് എല്ലാം കറക്റ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് 47% റിട്ടേൺ നമ്മൾ ആരും അറിയാതെ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് വന്നു. ശരിയാണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ളെങ്കിലും നെറ്റ് പ്രോഫിറ്റ് നെഗറ്റീവുമായിട്ടുള്ള കമ്പനിയാണ് മഹീന്ദ്ര ലോജിസ്റ്റിക്സ്. എന്നിട്ടും അതുകൊണ്ട് എന്ത് റീറേറ്റിംഗ് വന്നു? അതിൻ്റെ ബിസിനസ് ലൈനിൽ വന്ന ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ AI പ്രിപ്പയർഡ്നെസ് പറഞ്ഞതിലാണ് ആ കമ്പനിക്ക് റീറേറ്റിംഗ് കിട്ടിയത്. അതായത് അവരുടെ ഏതാണ്ട് ഡാമേജ്, അതായത് കുരിയർ കമ്പനിയുടെ അല്ലെങ്കിൽ ലോജിസ്റ്റിക് കമ്പനിയുടെ ഡാമേജ് ഗണ്യമായി കുറഞ്ഞു. ഇൻവെൻട്രി മാനേജ്മെൻ്റ് ഒക്കെ പക്കയായി AI യൂസ് ചെയ്തതിന് ശേഷം ആ AI പ്രിപ്പയർഡ്നെസ് ആണ് ആ പ്രീമിയം കൊടുത്തത്. ബജാജ് ഫിനാൻസ്, പല കമ്പനിക്കും പ്രഷറുള്ളപ്പോൾ ബജാജ് ഫിനാൻസ് അത് കഴിഞ്ഞിട്ട് അവരുടെ ഏർണിങ്സ് കോളിൽ അവരുടെ മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് AI ചാറ്റ് ബോട്ട് അവർ യൂസ് ചെയ്ത് തുടങ്ങിയത്. അവരുടെ കോൾസും അവരുടെ ചാറ്റുകളും ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ AI യൂസ് ചെയ്ത് അതിൽ നിന്നും മാത്രം 300 crores പ്ലസിൻ്റെ ബിസിനസ് ജനറേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കമ്പനിയും വേറെ ലീഗിലേക്ക് പോയി എന്നുള്ള. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത്, നമ്മൾ ഇത്രയും നാൾ ഓയിൽ ആൻഡ് ഗ്യാസ്, സിമെൻറ്റ്, കൺസ്യൂമർ ബിസിനസ്, ഫാർമ, IT എന്നൊക്കെയാണ് സെക്ടർ ബേസ്ഡ് ആയിട്ട് നോക്കണമെങ്കിലും ഞാൻ ഇനി നോക്കാൻ പോകുന്നത് 2 ഡിവിഷൻ എൻ്റെ സ്ക്രീനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരും. ഒന്ന്, companies that are AI ready and the companies that are not AI ready, because the more technology you use, the more earnings you get at limited expense എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററായി ഇന്ത്യൻ കമ്പനികളുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്ക് വാല്യുവേഷനിൽ അതൊരു പാരാമീറ്ററായി മാറും എന്നുള്ളതാണ് തന്നെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇൻഫോസിസിൻ്റെ ഇന്നത്തെ സെഷൻസിൽ അവർ പറയാൻ പോണത് എങ്ങനെയാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഇൻഫോസിസിൻ്റെ ഒരു ക്ലയൻറ്റ് US വിചാരിക്കാം, അത് സിറ്റി ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സർവീസാണെന്ന് വിചാരിക്കാം. അവർക്കൊരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഇൻഫോസിസ് കൊടുത്തിട്ടുണ്ട്. അത് ലെഗസി സിസ്റ്റമാണ്, അതായത് ഒരു പഴയ ടൈപ്പ് സിസ്റ്റമാണ്. അതിലേക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻഫോസിസ് തന്നെ ആയിരിക്കും. അതായത് AI കേപ്പബിലിറ്റീസ് ആ ലെഗസി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഒരിക്കലും ഈ സിറ്റി ബാങ്കിന് ആ പഴയ സോഫ്റ്റ്വെയർ എടുത്ത് കളയാൻ പറ്റില്ല. ആ സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന പോലെ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ കോംപ്ലക്സ് ലെഗസി സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ രീതിയിൽ, സിറ്റി ബാങ്കിന് അനുയോജ്യമായ രീതിയിൽ അത് കൊണ്ടുവരിക എന്നുള്ള ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ് ഇൻഫോസിസ് പോലെയുള്ള സോഫ്റ്റ്വെയർ കമ്പനീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഇത് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇൻഫോസിസ് ഒരു കാര്യം കൂടെ അവരുടെ ഏർണിങ്സ് കോളിൽ അവർ പറഞ്ഞു വെച്ചിരുന്നു. അവർ പറഞ്ഞു വെച്ചാൽ അവരുടെ ടോപ്പ് 200 ക്ലയൻസ് അല്ലേ, ഈ ടോപ്പ് 200 ക്ലയൻസിൻ്റെ 90% ഓഫ് ക്ലയൻസിൻ്റെ അടുത്തും അവർ ഈ പറഞ്ഞ പോലെ AI എൻഗേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള പ്രൊപ്പോസലും കൊളാബറേഷനും ആയിട്ടുണ്ട്. അതായത് ആ ക്ലയൻസിൻ്റെ അവരുടെ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് AI എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തത് ഏതാണ്ട് 500 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസ് ആണ്. 500 ഏജൻസ് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 28 മില്യൺ ലൈൻസ് ഓഫ് കോഡ് ഓഫ് ജനറേറ്റീവ് AI അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. ദിസ് ഈസ് മാസീവ്. ഇത് ടെക്നിക്കലാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഒറ്റ വാക്കേ പറയാനുള്ളൂ. പറ്റുമെങ്കിൽ ഈ സെഷൻ കാണുക, ഓരോ പോയിൻറ്റും മനസ്സിലാക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ട്രാൻസ്ഫോർമേറ്റീവ് ഇൻ യുവർ ലൈഫ്സ്. എൻ്റെയും ലൈഫ്സിൽ അത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മേടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടോ അല്ല, നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നതെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാര്യം ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു ടേം പറയും, ഒരു തിയറി പറയും. അതിനെ പറയുന്നത് ജെവോൺസ് പാരഡോക്സ്, JEVONS ജെവോൺസ് പാരഡോക്സ്. ജെവോൺസ് പാരഡോക്സ് ലിറ്ററലി പറയണമെന്നറിയോ, ഒരു റിസോഴ്സ്, ഒരു എന്താ പറയുക, ഒരു റിസോഴ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ റിസോഴ്സ് വേറൊരു സാധനത്തിന് റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യണം. പകരം ആൾക്കാർ അതിനെ ആ റിസോഴ്സസ് കൊണ്ട് കൂടുതൽ യൂസ് ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബാങ്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് IT എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ IT ആപ്സ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ 10 ആപ്പ് മാത്രമേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ AI പോലത്തെ ഒരു സാധനം വന്ന് അതിനെ ചീപ്പറാക്കി, ഈ ആപ്പിനെ ചീപ്പറാക്കിയെങ്കിൽ 10 യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഈ കമ്പനി 50 എണ്ണം യൂസ് ചെയ്യാനുള്ള ചാൻസ്. കാര്യം ഇറ്റ് ഹാസ് ബിക്കം മോർ കോസ്റ്റ്ലി. അവർ IT യിലേക്കുള്ള സ്പെൻഡിങ് കുറയ്ക്കാൻ ചാൻസ് ഇല്ല,
പകരം കൂടുതൽ സർവീസസ് AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലേണിങ്സ് കുറയുമെങ്കിലും ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഓർ ദ വോളിയൂംസ് മൈറ്റ് ഇൻക്രീസ് എന്നുള്ള വിശ്വാസമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന്. അതിനെയാണ് നമ്മൾ JEVONS പാരഡോക്സ്, ജെവോൺസ് പാരഡോക്സ് എന്ന് നമ്മൾ പറയണത്. ആ ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കോവിഡ് പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ ഷെയർ ചെയ്യണത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ഇൻഫോസിസിൻ്റെ കാര്യമൊക്കെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ 1995-96 ഞാൻ എൻ്റെ എൻജിനീയറിംഗ് കഴിഞ്ഞ് എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കിട്ടി. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ കയറുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. ഞാൻ അവിടെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തത്. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് അന്ന് Y2K എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. Y2K അല്ലെങ്കിൽ മില്ലനിയം ബഗ് BUG. Y2K എന്ന് പറഞ്ഞാൽ Y2K ഇയർ 2000-ൻ്റെ ഒരു ഇഷ്യൂ. അതെന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അതായത് പണ്ടൊക്കെ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഗവൺമെൻറ് ഡേറ്റ, എല്ലാ ഡേറ്റ ബാങ്കിൻ്റെ ഡേറ്റയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ ഒരു PC എൻവയറൺമെൻറ്റോ ക്ലൗഡിലോ ഒന്നുമല്ല, വലിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലായിരുന്നു. വലിയ മെയിൻ ഫ്രെയിം IBM കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. 1970-കളിലൊക്കെ നമ്മളൊരു പ്രോഗ്രാം എഴുതി ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ സ്റ്റോർ. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഓൺലൈൻ ടിക്കറ്റിംഗ് സർവീസ്, റെയിൽവേ ടിക്കറ്റിംഗ് സർവീസ് അല്ലെങ്കിൽ എയർലൈൻ ടിക്കറ്റിംഗ് സർവീസ് സോഫ്റ്റ്വെയർ നമ്മൾ കോഡ് എഴുതി. അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് COBOL എന്ന് പറഞ്ഞ ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിൽ നമ്മൾ കോഡ് എഴുതിയിട്ട് നമ്മൾ മെയിൻ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഹാർഡ്വെയറിന് ഭയങ്കര വിലയായിരുന്നു. മെമ്മറി സ്ലോട്ടിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ മെമ്മറി സ്ലോട്ട്സ് കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡേറ്റ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അന്ന് 1974 എന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം നമ്മൾ 74 മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ആ 19 എന്നുള്ള കാര്യം നമ്മൾ കുറച്ചു. കാര്യം എന്ന് വെച്ചാൽ അത്രയും യൂസേജ് മതി മെമ്മറി സ്റ്റോറേജിൻ്റെ യൂസേജ് അത്രയും മതിയല്ലോ, അത്രയും കാശ് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് 1974-ൽ 75, 80-സിലൊക്കെ നമ്മൾ കോഡ് എഴുതി ഡെവലപ്പ് ചെയ്തിരുന്നത്. അതൊക്കെ ഞാനൊന്നും അന്ന് ജനിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം. എന്നാൽ ഞാനൊക്കെ ജോലിക്ക് കയറിയപ്പോൾ വന്നൊരു പ്രശ്നം എന്നറിയോ, 1999 December 31 കഴിഞ്ഞ് നമ്മൾ 2000-ലേക്ക് പോകുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രോഗ്രാമും തെറ്റും. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും നമ്മൾ കോഡ് എഴുതിയിരുന്നപ്പോൾ ഡേറ്റ് എഴുതിയിരുന്നത് 74, 86 എന്ന് എഴുതിയുള്ളൂ. 99 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 00-ലേക്ക് പോകും. പക്ഷേ കമ്പ്യൂട്ടർ പ്രോഗ്രാം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണത് 1900 ആണ്, 2000 എന്നല്ല. കാര്യം ആദ്യത്തെ 2 ഡിജിറ്റ് നമ്മൾ കോട്ട് ചെയ്തിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായി. അപ്പം അതിൻ്റെ ഒരു വലിയൊരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ് അന്ന് Y2Kയിൽ നടന്നത് എന്നുള്ള, അന്ന് ആ 4 ഡിജിറ്റ് ആക്കാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനായിരുന്നു Y2K. അത് എൻ്റെ ജീവിതത്തിലെ തന്നെ വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു എന്നുള്ള. കോവിഡ് പോലെ തന്നെ Y2K ട്രാൻസ്ഫോംഡ്. അതായത് അന്ന് നമ്മുടെ ഇന്ത്യൻ എൻജിനീയേഴ്സിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് മാസീവ്. അവിടുന്ന് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ, അവിടുന്ന് മൈഗ്രേഷൻ, അങ്ങനെ ക്ലൗഡ് സർവീസസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ AI ഡെവലപ്മെൻറ്റിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കോഡിംഗ് എൻജിനീയറിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്ന പല ടൂൾസൊന്നും നമ്മൾ ഇന്നും യൂസ് ചെയ്യണില്ല. അന്ന് മെയിൻ ഫ്രെയിമിൽ യൂസ് ചെയ്തിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് COBOL ആണ്. അതിൻ്റെ ഡേറ്റാബേസ് IBMൻ്റെ ഡേറ്റാബേസ് ആയിരുന്നു DB2 എന്ന് പറയുന്നത്. മിഡിൽ വെയർ എന്ന് പറയുന്നത് കിക്ക്, CICS, ജോബ് കൺട്രോളർ ലാംഗ്വേജ് എന്ന് പറയുന്നത് JCL, ഇതൊക്കെയായിരുന്നു. അവിടുന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് C++, വിഷ്വൽ ബേസിക്, ജാവ, അങ്ങനെ വന്ന് പൈത്തൺ, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇത് എൻ്റെ ലൈഫിലെ മേജർ റീസെറ്റായിരുന്നു. അവിടെ നമുക്ക് തുറന്ന് തന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ $500 ബില്യൺ ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യക്ക് മേലിൽ തന്നത്. 58 ലക്ഷം എംപ്ലോയീസിനെ ഡയറക്റ്റ്ലി, പിന്നെ അതർ അസോസിയേറ്റഡ് ആയിട്ട് ക്ലീനിങ് സർവീസ്, ടാക്സി സർവീസ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എല്ലാം കൂടെ ലക്ഷങ്ങളും കൂടെ ചേർന്ന് ഇന്ത്യയുടെ വലിയൊരു മേജർ റവന്യൂ കോൺട്രിബ്യൂട്ടറാക്കി തന്നത് ഈ Y2K ആണ്. ആ Y2K എന്നാണ് ഞങ്ങളെല്ലാവരും ആ ഒരു ജനറേഷനും വന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റിക്കും ഇന്നത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഗ്രോത്തും എല്ലാ ഇൻഡസ്ട്രിക്കുമായിട്ട് വന്നത് ഈ IT-യുടെ ഗ്രോത്ത് തന്നെ ആയിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെയുള്ള ഒരു മോണിമെൻ്റൽ ആയിട്ടുള്ള ഒരു ടൈമിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്യണത്. ഞാനിതൊരു ഇമോഷണൽ ആയിട്ടാണ് ഞാൻ ശരിക്കും സംസാരിക്കുന്നത്. എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രേക്ഷകർക്കെന്ന് അറിയില്ല. സാധാരണ നമ്മൾ സ്റ്റോക്ക്, നമ്മൾ
ഇതൊരു ഓപ്പണിംഗ് കമേഴ്സ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഷോ ആണ് അല്ലേ. ആ ബിസിനസ് ഷോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ വെറുതെ ഒരു ബിസിനസ് വായിച്ചൊരു വാർത്ത വായിക്കുകയോ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയോ അല്ല. വാർത്താ വിശകലനങ്ങളും നമ്മുടെ അനുഭവങ്ങളും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫ്യൂച്ചർ റോഡ് മാപ്പ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യണേ എന്നുള്ളത്. അതിൽ ഒരുപാട് ന്യൂനതകൾ നമുക്കുണ്ടാകും. കാര്യം നമ്മൾ സാധാരണ ഇൻസിഗ്നിഫിക്കൻറ്റ് പീപ്പിളാണ് സാധാരണക്കാരാണ്. എങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നു. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ അറിയാലോ AI കാരണം വന്ന ഡിസ്റപ്ഷൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോയത് ഉദാഹരണത്തിന് പറയാം. നമ്മൾ വേണമെങ്കിൽ ചോദിക്കും സിമെൻറ്റ് കമ്പനീസിന് AI ആയിട്ട് എന്ത് ബന്ധം? സിമെൻറ്റ് ഉണ്ടാക്കാൻ AI വേണ്ട. സിമെൻറ്റ് കമ്പനീസ് പല സിമെൻറ്റ് കമ്പനീസായിട്ട് കോമ്പീറ്റ് ചെയ്യും. പക്ഷേ അവിടെ ഒരു എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ള കമ്പനിയെക്കാട്ടിലും മുമ്പേ സഞ്ചരിച്ച് ആ ഡെസ്റ്റിനേഷനിൽ നേരത്തെ എത്താൻ വേണ്ടി AI ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണോ ബജാജ് ഫിനാൻസിൻ്റെ AI ടൂള് 300 കോടി അവരത് തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നിട്ടും 300 ചില്ലുവാനും കോടിയുടെ ഏർണിങ്സ് അവർക്ക് അഡീഷണലായിട്ട് ഒരു എക്സ്പെൻസും കൂടാതെ അഡീഷണലായിട്ട് അവർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കമ്പനീസിന് വരുന്ന ഏർണിങ്സ് എക്സ്പാൻഷൻ, കോസ്റ്റ് കൺട്രോൾ അതായത് 2 കാര്യങ്ങളാണ് AI ഒരു കമ്പനിയെ ഹെൽപ്പ് ചെയ്യാൻ പോണേ. സിമെൻറ്റ്, പെയിൻറ്റോ ഓട്ടോമൊബൈലോ എന്തോ കമ്പനി ആകട്ടെ, ഇൻകോപ്പറേറ്റിംഗ് AI കേപ്പബിലിറ്റീസ് ഇൻ ടു ദെയർ വർക്കിംഗ് സിസ്റ്റം ഓർ വർക്ക് ഫ്ലോ 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, കോമ്പറ്റീഷനെ അഹെഡാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഏർണിങ്സിനുള്ള പുതിയ മാർഗങ്ങൾ തുറന്നു തരും. 2, കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കമ്പനിയുടെ എക്സ്പാൻഷൻ നടക്കും, മാർജിൻ എക്സ്പാൻഷൻ നടക്കും, ഏർണിങ്സിൻ്റെ എക്സ്പാൻഷൻ നടക്കും, EPS ഏർണിങ്സ് പെർ ഷെയറിൻ്റെ എക്സ്പാൻഷൻ നടക്കും എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പുറത്ത് പറയുന്നു സോഫ്റ്റ്വെയർ കമ്പനീസ് ഇപ്പുറത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. കാര്യം എന്താ? ഓരോ കമ്പനീസിനും ഇത്രയും നാൾ സ്പെൻഡ് ചെയ്ത IT-ക്ക് വേണ്ടി സോഫ്റ്റ്വെയറിന് വേണ്ടിയുള്ള ചിലവ് കുറഞ്ഞ് ഇനി AI ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇവരുടെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറയും. അതായത് ഒന്നിനുള്ളത് മറ്റേതിനുള്ള വളമായി മാറുന്നു എന്നുള്ള ഇങ്ങനെ 2 രീതിയിലുള്ള കമ്പനികൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ മുന്നിൽ വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് വെറും ഒരു സ്റ്റോക്ക് ഐഡിയ, ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ലെവലോ പറയുന്നതല്ല. അതൊക്കെ പിന്നത്തെ കാര്യം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബ്രോഡറായിട്ട് ഏത് സെക്ടറിലേക്കാണ് പൈസ ഇനി വരാൻ പോണേന്നുള്ളത്. ആൾക്കാർ കൂടുതൽ FISO, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ റീറ്റെയിലേഴ്സോ ആരായാലും ഒരു സ്റ്റോക്ക് കൂടുതൽ മേടിക്കണം. സപ്ലൈയേക്കാളിലും കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴാണ് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുന്നത്. ഇനി എവിടേക്കാണ് പൈസ വരാനുള്ള ചാൻസ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഭാഷയിൽ പറയാം. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഉസൈൻ ബോൾട്ടിന് എങ്ങാണ്ട് 8 ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കിട്ടി. ആ എൻ്റെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 മിനിറ്റ് എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. എന്നാൽ ആ 2 മിനിറ്റ് ഓടി 8 ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ മേടിക്കാൻ 20 കൊല്ലത്തെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്യുമെൻറ്റ് തുടങ്ങുന്നത്. അല്ലാതെ ഓരോ ദിവസം വന്ന് നമുക്കിഷ്ടമുള്ള ഒരു സ്റ്റോക്ക് പിടിച്ചിട്ട് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ചോദിച്ചാൽ അത് നടക്കണമെന്നില്ല. സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ലെങ്കിൽ നല്ല ട്രെൻഡിലുള്ള സ്റ്റോക്കാണ് മേടിക്കേണ്ടത്. അതാണ് ടെക്നിക്കൽ. അതിന് പകരം നമ്മൾ ആദ്യമേ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് തപ്പി നടക്കാനാണ് പതിവ്. ഇത് രണ്ടും 2 ആറ്റിറ്റ്യൂഡാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ വാറൻ ബഫെ പറയുന്ന ഒരു വാക്കിൻ്റെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയോ? ഇൻവെസ്റ്റിംഗ് ഈസ് സിമ്പിൾ, നോട്ട് ഈസി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്ക്. സിമ്പിൾ എന്താ? പോകുന്നു, ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കുന്നു, നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ, എന്നിട്ട് നമ്മൾ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നു, നമ്മളത് നോക്കി മേടിക്കണം എന്നുള്ള അത്ര സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് വരുന്ന 100% ആൾക്കാരും പൈസ ഉണ്ടാക്കണം. മാർക്കറ്റിൽ കണക്ക് പറയുന്നത് 99% ആൾക്കാർക്ക് പൈസ പോകുന്നു എന്നാണ്. ആ പോകുന്ന പൈസ 1% മാത്രം ചെന്നെത്തുന്നു. എന്താണ് ആ 1% ചെയ്യുന്ന കാര്യം? എന്താണ് ആ 1% വ്യത്യസ്തമായിട്ട് കാണുന്ന കാര്യം? അത് പഠിക്കുന്നതിലാണ് നമുക്ക് മാർക്കറ്റിലിരിക്കുന്നത്. ആ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കാര്യമാണ് ഞാൻ നിങ്ങളെടുത്ത് ഇന്ന് പറഞ്ഞത്. ബാക്കി ഏത് സ്റ്റോക്കാണ്, അതായത് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് കുറഞ്ഞ സ്റ്റോക്കാണ്, ഇക്വിറ്റി ഡൈല്യൂഷൻ ഇല്ലാത്ത സ്റ്റോക്ക്, നല്ല ROE ഉള്ള കമ്പനികൾ, പിന്നെ പ്രൊമോട്ടർ നന്നായിട്ടുള്ളത്, മാനേജ്മെൻറ്റ് ഗൈഡൻസ് ഉള്ളത്, നല്ല രീതിയിൽ ഗ്രോത്ത് എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പേ
പിച്ച് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കലാണ്. ആ പിച്ച് എങ്ങനെയാണെന്ന്, ടേണിംഗ് പിച്ചാണോ, പേസിൻ്റെ പിച്ചാണോ, ബാറ്റിംഗ് പിച്ചാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ടീം നിശ്ചയിക്കാൻ. അതേപോലെ നമ്മുടെ മാർക്കറ്റിൻ്റെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന ഒരു മാറ്റമാണ്. ഞാനൊന്ന് ജസ്റ്റ് മാറ്റിയുള്ള ഹാൻഡ് ഓവർ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. വാൾ സ്ട്രീറ്റിലേക്ക് ഒരു ഡേറ്റയും തരാനില്ല. കാര്യം വെച്ചാൽ US മാർക്കറ്റ് ഇന്നലെ ക്ലോസ്ഡ് ആണെന്നുള്ളത്. അതുമാത്രമല്ല ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചൈന, സൗത്ത് കൊറിയ, ടൈവാൻ എല്ലാം ലൂണാർ ന്യൂ ഇയർ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു എന്നുള്ള. അപ്പോൾ അവിടുന്നും ഒന്നും നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനില്ല. എന്നാൽ ജപ്പാനിൽ വന്നിരിക്കുന്നത് അവരുടെ GDP ഏതാണ്ട് ആനുവലൈസ്ഡ് ആയിട്ട് 0.2% ഗ്രോത്ത് Q4 കൊണ്ടുവന്നു എന്നുള്ള ന്യൂസാണ്. അതായത് അവരുടെ ടോട്ടൽ എക്കണോമി ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ ബൈ 1.6%, ബട്ട് ദാറ്റ് ഈസ് ബിലോ their expectations. അതുകൊണ്ട് ഒരു ഫിസ്ക്കൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് പാക്കേജ് ജപ്പാനിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിക്കൈ ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഞാൻ നോക്കുമ്പോൾ 0.38% ഡൗൺ ആണ്. മറ്റുള്ള മാർക്കറ്റൊക്കെ ഷട്ടാണ് എന്നുള്ള. ഡോളർ ഇൻഡെക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗെയിൻ ചെയ്ത് 97 ബ്രേക്ക് ചെയ്ത് 97.1 ആയി. US ട്രഷറി മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഓൺ റിപ്പോർട്ട്സ് ദാറ്റ് ഫെഡ് വിൽ സ്ലാഷ് റേറ്റ്സ് മോർ ദാൻ ട്വൈസ് ദിസ് ഇയർ. ഈ കൊല്ലം 2 കൊല്ലത്തെ റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു റിപ്പോർട്ടും ഒരു ഊഹാപോഹങ്ങളും കാരണം US 10-year ബോണ്ട് ഈൽഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് 4.05%, 4.2 ഉള്ള സ്ഥലത്ത് 4.05% ആണ് ലോവസ്റ്റ് ലെവൽ സിൻസ് നവംബർ 2025. US 2-year ബോണ്ട് ഈൽഡ് 3.4%. ഏഷ്യൻ കറൻസീസ് ഞാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കറൻസീസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. മലേഷ്യൻ റിംഗിറ്റ്, ഇന്തോനേഷ്യൻ റുപ്പയ, സൗത്ത് കൊറിയൻ വോൺ, സിംഗപ്പൂർ ഡോളേഴ്സ്, ജാപ്പനീസ് yen ഒക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ സം കറൻസീസ് ആർ ട്രേഡിംഗ് ലോവർ. ആരൊക്കെയാണ്? ഫിലിപ്പീൻസ് പെസോ, തായ്വാൻ ഡോളർ, തായ് ബാത്ത് ആൻഡ് ചൈനീസ് റെൻബിൻബി. ക്രൂഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഏതാണ്ട് $68-69 പെർ ബാരലിൻ്റെ ഇടയിൽ ഒന്ന് ട്രേഡ് ചെയ്യുന്നു. ഇന്ന് US-ഉം ഇറാനും തമ്മിലുള്ള ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് ടോക്ക് ഉണ്ട്. അത് ജനീവയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഔട്ട്കം അറിയില്ല. അതിന് മുമ്പേ തന്നെ ഇറാൻ ചെറിയ വേലത്തരങ്ങളൊക്കെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, അതായത് നമ്മുടെ ക്രൂഡ്, ഗ്ലോബൽ ക്രൂഡിൻ്റെ ഏതാണ്ട് 20% ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ഉണ്ട്, ഒരു പാസേജ്. അവിടെ ഒരു നേവൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് മസിലൊക്കെ ഫ്ലെക്സ് ചെയ്തിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ജനീവയിൽ ടോക്ക് എങ്ങനെ പോകുമെന്നറിയില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എക്സാക്ട്ലി ഇന്ത്യൻ മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെ ടെക്നിക്കൽ കോപ്പി ബുക്ക് പോലെ 25,450 കടന്ന് 25,400 ഇൻട്രാഡേ വന്നെങ്കിലും 25,450 എന്ന് പറയുന്ന സപ്പോർട്ട് റെസ്പെക്ട് ചെയ്ത് അത് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് 25,700 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൻ്റെ അതുവരെയൊക്കെ എത്തി. ഇനി 25,750 ക്രോസ് ചെയ്താലാണ് 26 എത്തുമോ എന്ന് നമുക്ക് നോക്കേണ്ടത്. 25,750 ക്രോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 25,450 തിരിച്ച് വരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. ബട്ട് നമുക്കൊന്ന് നോക്കി മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. FIS ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ, -972 ക്രോസ്. DIS നെറ്റ് ബയേഴ്സ് ആണ് 1,667 ക്രോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രേക്ഷകർക്ക്, അതായത് ഇത്രയും നാൾ നമ്മൾ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്പറൊക്കെ അടിച്ച് CVVയും എക്സ്പയറി ഡേറ്റും നെയിം ഓൺ ദ കാർഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് എന്താ? പിന്നെ നമുക്ക് വരുന്നത് ഒരു OTP സ്ക്രീനാണ്. നമുക്കൊരു OTP SMS ആയിട്ട് വരുന്നു. OTP നമ്മൾ എൻട്രി ചെയ്യുമ്പോഴാണ് ആ ട്രാൻസാക്ഷൻ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ പൈസ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ ഡെബിറ്റ് കാർഡിൽ നിന്നോ നമ്മുടെ ഷോപ്പിംഗ് എന്താ പറയുക മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഒരു ഏജൻറ്റ് വഴി, ഒരു ഇൻ്റർമീഡിയറി വഴി പോകുന്നതെന്നല്ല. ഇപ്പോൾ അതാ വരുന്ന പുതിയൊരു ഇൻഫർമേഷൻ വെച്ചാൽ വിസ, മാസ്റ്റർ കാർഡും ഈ പറയുന്ന OTP മാറ്റി പാസ് കീ ആക്കി. പാസ് കീ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫേസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് OTPയുടെ ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ പാറ്റേൺ, അങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും എന്താ പറയുക നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പിന്നെ യൂസ് ചെയ്യാം. OTPയുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്നറിയോ? ഈ OTP ഓതൻറ്റിക്കേഷൻ, അതായത് ഈ ഇൻഫോസിസും TCSുമാണ് ഇന്ത്യയിലുള്ള മിക്ക ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഫ്റ്റ്വെയർ കൊടുത്തേക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇൻഫോസിസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഫിനക്കിൾ എന്ന് പറയുന്നത്. ഈ ഫിനക്കിൾ പ്രോഡക്റ്റിലേക്ക് ഈ OTP ഓതൻറ്റിക്കേഷനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരുന്നു ഇൻഫോസിസ് ഈ ഡെവലപ്മെൻറ്റ് ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഫോസിസ്. ഇന്ന് ഇൻവെസ്റ്റർ ഡേ മാത്രമല്ല, ഈ ഒരു ഇതും ഇൻഫോസിസിൻ്റെ കീഴിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ OTP വേണ്ട എന്നാണ് പറഞ്ഞേക്കണേ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ചെറിയ ന്യൂസിന് പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ട്.
എനിക്ക് ആ സ്റ്റോക്ക് പ്രൈസ് ഒന്ന് പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയില്ല. ഇൻഫോസിസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇൻഫോസിസിൻ്റെ ഫിനാക്കിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് മിക്ക ബാങ്ക് യൂസ് ചെയ്യണം. അതാണ് ഈ OTP ഓതൻറ്റിക്കേഷനൊക്കെ അവരാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കണമെന്നുള്ള. ബട്ട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. ഈ OTP നമുക്ക് മൊബൈലിലേക്ക് വരുന്നത് SMS ആണ്. ഈ OTP SMS ട്രാഫിക് കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്ന 2 കമ്പനീസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് CPaaS പ്ലെയേഴ്സ് എന്നാണ്. CPaaS, അതായത് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത്. 2 കമ്പനികളാണ് അതിൻ്റെ ബെനിഫിഷ്യലായിട്ട് വന്ന്. ഒന്ന് ടാനുല പ്ലാറ്റ്ഫോം, 2 എന്ന് പറയുന്നത് റൂട്ട് മൊബൈൽ. ഈ 2 കമ്പനിയുമാണ് ഈ ബൾക്ക് ഓഫ് ദി SMS OTP ട്രാൻസാക്ഷൻ്റെ ബെനിഫിഷ്യറി എന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ RBIയുടെ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയുടെയോ ബാങ്കിൻ്റെയോ ഡിസിഷൻ്റെ പുറകിലും ഒരു IT കമ്പനീസിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. പിന്നെ ചെറിയൊരു ഡേറ്റ ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ട് ബില്ല് ഇന്ത്യയുടെ കോസ്റ്റ്ലി ആയിരിക്കുന്നു. $71 ബില്യൺ ഇയർ ഓൺ ഇയർ ആയിരിക്കുന്നു എന്നാണ്. കാരണം എന്താ, ഗോൾഡും സിൽവറും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി. അതായത് ഗോൾഡിൻ്റെ ഇമ്പോർട്ട് വാല്യൂ എക്സ്പാൻഡ് ചെയ്തത് 4.5 ടൈംസും സിൽവറിൻ്റെ ഇമ്പോർട്ട് വാല്യൂ കൂടിയത് 2.3 ടൈംസും ആണെന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡേറ്റ അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഗേറ്റിൽ നിന്ന് വരുന്ന, ഫാക്ടറിയുടെ പുറത്തോട്ട് വരുന്ന ആ ഗേറ്റിൻ്റെ അവിടെ വെച്ചുള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ WPI എന്ന് പറയുന്നത്. അത് 1.8% ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഡേറ്റാസാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫീഡായിട്ട് നമുക്ക് ഗ്ലോബൽ ക്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രേക്ഷകരോട് ഞാനൊരു സ്റ്റുഡൻ്റ് എന്നുള്ള മോഡലിലാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ ഇൻഫോസിസിൻ്റെ ഇൻവെസ്റ്റർ ഡേ, ഈ AI സമ്മിറ്റ് കുറച്ചുകൂടിയൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂളായിരിക്കാം. പല കമ്പനീസും അവരുടെ പ്രോഡക്റ്റ് പറയുന്നതൊക്കെ ആയിരിക്കും ഒരു എക്സിബിഷൻ ലെവലിൽ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. ഞാനും അതിനകത്ത് കാണും. പക്ഷേ അതിനകത്ത് വരുന്ന സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യാസ് ഡോർ ടു AI ഗേറ്റ്വേ എന്താ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് നന്ദൻ നിലേക്കാനി ആണെന്നുള്ളതാണ്. ഇൻഫോസിസിൻ്റെ പ്രിപ്പയർഡ്നെസ് ടോപ്പ് 200 ക്ലയൻസിൻ്റെ 90%ലും ഇവർ പ്രിപ്പയർഡ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇൻഫോസിസ് അപ്പ് ബൈ 2.59% അപ്പ്. ടെക് മഹീന്ദ്രയും HCL ടെക്കും അപ്പാണ് എന്നുള്ളത്. ഇതൊരു ഡിഫൈനിങ് മൊമെൻ്റ് ആയിരിക്കും. ഇത് നമുക്ക് കൺവിൻസ്ഡ് ആയിട്ട് വരികയാണ്. ആൻഡ് ഇഫ് ദിസ് ഈസ് ദ ട്രൂത്ത്, വി ആർ ഗെറ്റിംഗ് എ കമ്പനി, സ്റ്റോക്ക്, സെക്ടേഴ്സ് അറ്റ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻസ്. അത് IT കമ്പനീസ് ആണെന്നാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ട് കണക്കാക്കരുത്. വളരെ ചീപ്പായിട്ട് നിൽക്കുന്ന, മാക്സിമം ഇനി JP മോർഗൻ്റെ റിപ്പോർട്ട് പ്രകാരം 10% വരെ താഴെ പോകാൻ പറ്റുന്ന, അതായത് നോ ഗ്രോത്ത് ഒരിക്കലും സംഭവിക്കില്ല, ഏതാണ്ട് ഇതേ ലെവലിൽ തന്നെ 2 to 3% ഏർണിങ്സ് ഗ്രോത്ത് ഡെലിവറി ചെയ്യാമെങ്കിൽ മാക്സിമം ഇനി ഡൗൺഫോള് JP മോർഗൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ കമ്പനീസ് വരാന്നുള്ളത് 10% ഡൗൺ ആണ്. ഇനി അഥവാ ഏർണിങ്സ് ഗ്രോത്ത് ഒരു 5% ആണെങ്കിൽ ഈ ലെവല് വാല്യൂ ബൈ ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ഡിവിഡൻഡ് ഈൽഡ്, ക്യാഷ് ഫ്ലോ ഈൽഡും ഡിവിഡൻഡ് ഈൽഡും അങ്ങനെ കിടക്കുന്ന ഒരു സെക്ടറിൻ്റെ ഡിഫൈനിങ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ഡേ ക്ലോസ്ലി നിങ്ങൾക്ക് വാച്ച് ചെയ്താൽ യു മൈറ്റ് ബി സിറ്റിംഗ് ഓൺ എ ഹിസ്റ്റോറിക് ആൻഡ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ദിസ് ഇസ് നോട്ട് എ സോളിസിറ്റേഷൻ, അഡ്വൈസ് ഓർ എ റെക്കമെൻഡേഷൻ. ഇറ്റ് ഇസ് ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്. ഞാനും നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണ സ്റ്റുഡൻറ്റ് തന്നെയാണ്. നമ്മൾ വാച്ച് ചെയ്യുന്നു എന്ന് മാത്രം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. ഇഫ് ഇറ്റ് ഈസ് ദെയർ, നമ്മളെ സംബന്ധിച്ച് ഇത്രയും റീസണബിൾ വാല്യുവേഷനിൽ കിട്ടുന്ന ഒരു ഗ്ലോബൽ സർവീസസ് കമ്പനി ആയിരിക്കും. ഒരു കടം പോലും ഇല്ലാത്ത ക്ലാസിക് ക്യാഷ് ഫ്ലോയും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ഉള്ള ഒരു സെക്ടർ, ക്ലാസിക് മാനേജ്മെൻ്റ് ഉള്ള സെക്ടർ. സോ ക്ലോസ്ലി വാച്ച്. ഇറ്റ് ഈസ് ടുഡേ ദ ഡേ ഓഫ് ഇൻഫോസിസ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇൻഫോസിസ് എ ബൈ ഓർ എ സെൽ. ഞാൻ പറയുന്നത് ഒരു ഡിഫൈനിങ് മൂവ്മെൻ്റ് ആണ്. കിട്ടിയാൽ ബിരിയാണി, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷൻ ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സേവനം തേടിയതിന് ശേഷം മാത്രം നടപ്പിലാക്കുക. നാളെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening Hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.